ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാഹി പാഹി ശ്യാമവർണ്ണ, പാഹി പാഹി മേഘവർണ്ണ, പാഹി പാഹി ശ്യാമവർണ്ണ, പാഹി പാഹി മേഘവർണ്ണ. എങ്ങിനെ ഞാൻ ഭജിക്കേണ്ടു, എങ്ങിനെ ഞാൻ വണങ്ങേണ്ടു, എൻ മനസാം പാലാഴിയിൽ പള്ളി കൊള്ളും ഭഗവാനേ. ഇന്ന് നമുക്ക് 3-4 ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 17 ധ്രുവചരിതം ശ്ലോകം 3. ത്വന്മോഹിതേ പിതരി പശ്യതി താരവശ്യേ, ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം, സാപി സ്വകർമ്മഗതി സന്ദരണായ പുംസാം, ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ത്വന്മോഹിതേ പിതരി പശ്യതി. ഇവിടെയൊക്കെ ഫസ്റ്റിലെ ത എന്നാണ് വരുന്നത്. ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ധാരവശ്യേ, ദ എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്. ധാരവശ്യേ ദൂരം ദുരുക്തി നിഹത. അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഒരു സാന്ന് മതി. വിസർഗമില്ലാതെ ചേർത്ത് ചൊല്ലുമ്പോൾ സ ഡബിളായിട്ട് ചൊല്ലണം. അങ്ങനെ ഗതോ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഈ ഗത എന്നുള്ളത് ത എന്നാണ് അതിൻ്റെ ഉച്ചാരണം. ഗതോ എന്നാണ്, ദ എന്നാവരുത്. ഗതോ നിജാംബാം ദീർഘം മുർക്കം. സാ അപി സാപി സ്വകർമ്മഗതി സന്തരണായ, അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. സ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സ്വകർമ്മ, കർമ്മ എന്ന് ഒന്ന് ഊന്നി പറയണം. 2 മാന്നുണ്ട്. പുംസാം, സാം എന്നുള്ളത് ദീർഘം മുർക്കം. ത്വത്പാദം ഏവ, ത്വത്പാദമേവ. ഇവിടെയും ത്വ എന്ന് ആ ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. അങ്ങനെ നിർത്താം. ത്വന്മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ, ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം, സാപി സ്വകർമ്മഗതി സന്ദരണായ പുംസാം, ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ആകർണ്യസോപി ഭവദർച്ചന നിശ്ചിതാത്മാ, മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ, സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗസ്ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ആകർണ്യ സോപി, ആകർണ്യ ർണ്യ എന്നുള്ളത് നാന്ന് ഡബിളായിട്ടുണ്ട്. അപ്പം മെല്ലേന്ന് ഊന്നി പറയണം. സ അപി അത് ചേർത്തിട്ട് സോപി ഭവത് അർച്ചന നിശ്ചിതാത്മാ ചേർത്തിട്ട് ഭവതർച്ചന നിശ്ചിതാത്മാ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദ എന്ന് ദയയുടെ ദ എന്നാണ്. നിശ്ചിത എന്നുള്ളതിൻ്റെ ചാന്ന് ഷാ ചാന്ന് ചേർന്നതാണ്. ആത്മാ എന്നുള്ളത് ത് മാ എന്നാണ്. മാ ആത്മാ നീട്ടിയിട്ട് മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ. അവിടെ വിസർഗമുണ്ട്. അപ്പം അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം. പഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. പഞ്ച എന്നുള്ളത്. സന്ദൃഷ്ട നാരദ, സംദൃഷ്ട അങ്ങനെ പിരിച്ചെഴുതുമ്പോൾ അങ്ങനെ വരും. സംദൃഷ്ട അത് ചേർത്തിട്ട് എഴുതുമ്പോൾ സന്ദൃഷ്ട നൃ എന്നാവും. നദ എന്നുള്ള ന്ത് എന്ന്. സന്ദൃഷ്ട
നാരദ നിവേദിത മന്ത്രമാർഗ. അവിടെ ചെറിയൊരു വരട്ടിട്ടുണ്ട്. അപ്പം അടുത്ത വാക്കും കൂടിയും ചേർത്ത് ചൊല്ലണം. മാർഗസ്ത്വാമാരരാഥ. ത്വാം ആരരാഥ എന്നാണ്. ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വാ എന്ന് വരും. സ്ത്വാമാരരാഥ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തപസ മധു കാനനാന്തേ. മധു ധു എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കാനനാന്തേ നാത്ത എന്നാണ്. എന്തേ കാനനാന്തേ അങ്ങനെ നിർത്താം. ആകർണ്യസോപി ഭവതർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സംദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗസ്ത്വാമാരരാഥ തപസാ മധുകാനനാന്തേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.